നമശിവായ. നമസ്കാരം. ഗീതാ ഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. നാം ഇപ്പോൾ സാഖ്യയോഗം കഴിഞ്ഞ് കർമ്മയോഗം എന്ന 3-ാം അധ്യായമാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. നാം ഇപ്പോൾ ഇതുവരെ 15 ശ്ലോകങ്ങൾ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് വേദങ്ങളെ കുറിച്ച് ഭഗവാൻ പറയുന്ന ഭാഗമാണ്. നാം പറഞ്ഞു നിർത്തിയത് ഈശ്വരൻ സർവവ്യാപിയാകയാൽ അവൻ്റെ ജ്ഞാനവും സർവവ്യാപിയാണെന്നാണ് ഗീതയിൽ ഭഗവാൻ സർവഗതം ബ്രഹ്മ എന്ന പ്രയോഗത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത് എന്ന് പറഞ്ഞു. വേദമഹിമയെക്കുറിച്ച് വ്യാസഭഗവാൻ തന്നെ മഹാഭാരതത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. സൃഷ്ടിയുടെ തുടക്കത്തിൽ സ്വയംഭൂവായ ഈശ്വരൻ നിത്യമായ വേദത്തെ പ്രകാശിപ്പിച്ചു. ആ വേദങ്ങളാണ് മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളുടെയും ഉറവിടവും വഴികാട്ടിയും. 14-ാം ശ്ലോകത്തിൽ നാം കഴിഞ്ഞ ശ്രദ്ധിച്ച 14-ാം ശ്ലോകത്തിലെ യജ്ഞസംബന്ധമായ ഈ കാഴ്ചപ്പാട് ശതപഥ ബ്രാഹ്മണത്തിലും പൂർവ മീമാംസയിലും നിന്നുമാണ് ഭഗവാൻ ഇവിടെ സ്വീകരിച്ചത്. ശതപഥ ബ്രാഹ്മണത്തിൽ പറയുന്നത് നമുക്ക് നോക്കാം. അഗ്നേർവൈ ധൂമോ ജായതേ ധൂമാദപ്രമാഭ്രാത് വൃഷ്ടിരഗ്നേർവ ഏതോ ജായന്തേ തസ്മാദാഹ തപോജ ഇതി. അതിൻ്റെ അർത്ഥം അഗ്നിയിൽ നിന്ന് ധൂമവും ആവിയും ഉത്ഭവിക്കുന്നു. പദാർത്ഥങ്ങളിൽ കടമ്പ അവയെ പിളർന്ന് ചെറിയ അംശങ്ങളാക്കുക ാണ് അഗ്നിയുടെ സ്വഭാവം. പദാർത്ഥങ്ങളിൽ കടന്ന് അവയെ പിളർന്ന് ചെറിയ ചെറിയ അംശങ്ങളാക്കി കളയുകയാണ് അഗ്നി കത്തിച്ച്. ഈ ചെറിയ അംശങ്ങൾ വായുവിലും ആകാശത്തിലും വ്യാപിക്കുന്നു. ഇതുമൂലം ആകാശത്ത് ജലസഞ്ചയം രൂപം കൊള്ളുന്നു. അപ്പോൾ മേഘം ഘനമായി വായു ജലത്തോടുകൂടി വൃഷ്ടി ചൊരിയുന്നു. അങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്. വായു ജലത്തോടു കൂടിയതായി തീരുന്നു. അതിന് കാരണം ഇവിടെ ആരാണ്? അഗ്നിയാണ്. ഈ കാഴ്ചപ്പാട് ഏറ്റെടുത്ത പൂർവ്വ മീമാംസയുടെ ആചാര്യൻ ജൈമിനി പറയുന്നത് കൂടി നമുക്കൊന്ന് നോക്കാം. ദ്രവ്യസംസ്കാരകർമ്മസു പരാർത്ഥാത് ഫലശ്രുതിരർത്ഥേ ക്ഷമിക്കുക. ദ്രവ്യസംസ്കാരകർമ്മസു പരാർത്ഥത്വാത് ഫലശ്രുതിരർത്ഥവാദഃ സ്യാത്. മീമാംസാ ദർശനം 4-ാം അധ്യായത്തിലെ 3-ാം ശ്ലോകമാണ്. 2. ദ്രവ്യാണാം തു ക്രിയാർത്ഥാനാം സംസ്കാരഃ ക്രതു ധർമ്മ സ്യാത്. ഇതും മീമാംസാ ദർശനത്തിൽ തന്നെയാണ്. ഇവിടെ പറയുന്നത് അന്നം, അർത്ഥം, ദ്രവ്യം, സംസ്കാരം, കർമ്മം എന്നിവ 3 യജ്ഞകർത്താവിന് വേണ്ട രീതിയിൽ പ്രയോഗിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞ ഇഷ്ടം, പുഷ്ടം തുടങ്ങിയ ഗുണങ്ങളുള്ള ദ്രവ്യങ്ങൾ സംഭരിച്ച് അവ കൊണ്ട് യജ്ഞം നടത്തുന്നത് ഉത്തമ ഗുണങ്ങൾ നേടുന്നതിന് സഹായകമായി തീരുന്നു.
അന്നത്തിൽ നിന്നാണ് ഭൂതങ്ങൾ ഉണ്ടാകുന്നതെന്ന കാഴ്ചപ്പാട് ആമ്നായത്തിലും വേദം ഉപനിഷത്വാദി ശ്രുതികളിലും അസംഖ്യം തവണ പ്രഖ്യാപിച്ചതാണ്. പർജന്യം എന്നത് കേവലം മഴ എന്നർത്ഥത്തിൽ മാത്രം എടുക്കരുത്. സൃഷ്ടിപ്രക്രിയയുടെ ഭാവങ്ങൾ കൂടി പർജന്യത്തിലുണ്ട്. പർജന്യേഷ്ടി എന്നൊരു ഇഷ്ടിയെക്കുറിച്ച് ശതപഥ ബ്രാഹ്മണത്തിലും പറയുന്നു. അത് മഴ പെയ്യ്ക്കുന്നതിനുള്ള ഇഷ്ടിയാണ്. ഗീതയുടെ ഈ അധ്യായത്തിൽ 10 മുതൽ 15 വരെയുള്ള 6 ശ്ലോകങ്ങളിൽ വിശ്വവ്യാപിയായ യജ്ഞചക്രത്തെക്കുറിച്ചാണ് വർണ്ണിച്ചിട്ടുള്ളത്. ഇതാകട്ടെ പരമാത്മാവിനാൽ ചലിക്കുന്നതുമാണ്. ഈ യജ്ഞചക്രത്തിൽ മനുഷ്യരിൽ നിന്ന് ഭിന്നമായ എല്ലാ പ്രാണികളും നിയമാനുസരണം പരമേശ്വരനാൽ ചലിക്കപ്പെടുന്നു. എന്നാൽ മനുഷ്യൻ വിശേഷ ബുദ്ധിയുണ്ട്. അതിനാൽ ഈ യജ്ഞചക്രത്തിന് അനുകൂലമായ ആചരണങ്ങൾ പാലിക്കുകയാണ് എങ്കിൽ അവന് സുഖം ലഭിക്കും. ഏറ്റവും ഒടുവിൽ മോക്ഷവും പ്രതികൂലമാണെങ്കിൽ സുഖം ലഭിക്കുകയും ഇല്ല. ഉന്നതാവസ്ഥ കൈവരിക്കാനും ആകില്ല. അതിനാൽ ഭഗവാൻ പറയുകയാണ്, ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തയതീഹയ അഘായുരിന്ദ്രിയ രാമോ മോഖം പാർത്ത സജീവതി. ശ്ലോകം 16. അതിൻ്റെ അർത്ഥം നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാം. ഇത്രയും നേരം പറഞ്ഞത് ഏവർക്കും മനസ്സിലേക്ക് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഗുരുപാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭസുദിനം.